എക്സ്പ്ലോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ PC ബിൽഡ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ കുറച്ച് നേരം വൈകി ഗൈസ്. ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നു ഗൈസ്. അപ്പോൾ കണ്ടിട്ട് പോകാം ഗൈസ്. തരാം. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടി ഗൈസ്. പ്രോസസ്സർ കിട്ടി ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ പ്രോസസ്സർ. ഇത് വരുന്നത് i5 3rd ജനറേഷനാണ്. പിന്നെ ഈ റാം ഇതാ നമ്മുടെ ഒരു 8GB DDR3 റാമാണ്. വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു 4GB റാം. ഇതാ കണ്ടില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, പിന്നെ SSD ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്, ഈ സാധനം ഉണ്ട്, നമ്മൾ ഹാർഡ് ഡിസ്ക് ഉണ്ട്. അൺബോക്സ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കാണിച്ചു ഗൈസ്. ഇതിലൊരു IO ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കേബിൾ മറ്റേ ഇതിന്ന് നമ്മൾ SSDക്ക് കാണിക്കുന്ന കേബിളാണ് ഗൈസ്. സാറ്റ കേബിൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ പേപ്പർ കാര്യങ്ങൾ ഇത് നോക്കിയിട്ടാണ് ഒരു സാധനം ചെയ്യേണ്ടത്. ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഗൈസ്. നമ്മൾ ഈ ഓൺ ഓഫ് ബട്ടനൊക്കെ ഏതാണ് കണക്ട് ചെയ്യേണ്ടതൊക്കെ ഇതിലുണ്ട്. പിന്നെ മദർ ബോർഡാണ് ഇനി വരുന്നത്. നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യണം കാണിച്ചിട്ട് ഗൈസ്. ഇതാണ് സംഭവം. നമ്മളിത് ഫസ്റ്റ് നമുക്ക് പ്രൊസസ്സറൊന്ന് ഇട്ടോക്കാം. നമ്മൾ പ്രൊസസ്സറുമെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം ഗൈസ്. എനിക്ക് ഈ ഷീൽഡ് ഒന്ന് മാറ്റാം. അതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഗൈസ്. ഒക്കെ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കച്ചറ തന്നെ പറ്റുള്ളൂ ഗൈസ്. നമ്മൾ പ്രൊസസ്സർ ഞാൻ ഒന്ന് ഇട്ടിട്ടേ ഇതാക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ബലം കൊടുക്കണം ഗൈസ്. ഇങ്ങനെ വെച്ചിട്ട് ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഗൈസ്, ഈ ക്ലിപ്പ് ഇങ്ങനെ വളച്ചിട്ട് ഒരു ഉള്ളുക്കോട് എടുക്കണം ഗൈസ്. ഇത് ഇവിടെ ഉറച്ച് നിന്നോളും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റാം ഇടാം. അതിൻ്റെ 2 റാം ഉണ്ട്. തൽക്കാലം ഇപ്പോൾ റാം ഇടുക. തൽക്കാലം ഇപ്പോൾ റാമാണ് ഞാൻ ഇടുന്നത്. ഇടുന്നതിന് മുന്നേ ഈ 2 ലോക്കും ഊരി വെക്കണം. ഞാൻ ഇപ്പോൾ ഇടുന്ന റാം ഇതാണ്. ഇത് 8GB ഉണ്ട്. അടിപൊളി റാമാണ്. ഇങ്ങനെ വെക്കുക ഗൈസ്. എന്നിട്ട് കുറച്ച് ബലം ഇതൊന്ന് ഓഫാക്കി എടുക്കും. കയ്യിൽ നിന്ന് മൊബൈൽ വർക്കുണ്ട്. ഞാൻ ഓഫാക്കിയിട്ട് നല്ല പോലെ ഇടാം ഗൈസ്. ഞാൻ ഇപ്പോൾ ഇതെന്ന് സംഭവം നല്ല അമർത്തിയാൽ ഈ 2 ക്ലിപ്പ് മുകളിലേക്ക് വരും ഗൈസ്. അപ്പോൾ ഇത് ലോക്കായി നടത്താം. തൽക്കാലം ഞാൻ ഇപ്പോൾ റാമാണ് ഇടുന്നത്. നിങ്ങൾക്ക് എത്ര റാം ആവശ്യം ഇടാം. എത്ര അല്ല, 2 റാം ഇടാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് വേറെ റാം കൂടി ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല. ഇനി ആവശ്യം വന്നാൽ ഇടാം. പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ കൂളിംഗ് ഫാൻ വെക്കണം ഗൈസ്. കൂളിംഗ് ഫാൻ ഇപ്പോൾ ഇവിടുന്ന് അല്ല നോക്കട്ടെ. കൂളിംഗ് ഫാൻ എടുത്തിട്ട് വരാം ഗൈസ്. ഇതാണ് ഫാന്. നമുക്ക് ഇടാം. നിൽക്ക് തെർമൽ പേസ്റ്റ് ഇടാൻ പറഞ്ഞു ഗൈസ്. ഇടട്ടെ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണ SMPS ആണ്. നമ്മൾ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് പെയിൻ്റാണ് അടിച്ചിരുന്നത്. ഇത് അടിക്കുമ്പോൾ അയച്ചിട്ട് അടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് ഗൈസ്. ഞാനത് അയച്ചിട്ട് മദർ ബോർഡൊക്കെ വേറെ ആക്കിയിട്ടാണ് ഇത് അടിച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ് ഇവിടെ ഇൻസുലേഷൻ ടൈപ്പ് ഇട്ടിട്ട് സെറ്റാക്കിയിരിക്കണം. പിന്നെ ഇതൊക്കെ ഒതുക്കി വെക്കണം ഗൈസ്. ഇതൊക്കെ ഒതുക്കി വെക്കണം. എന്നിട്ട് ഈ ഭാഗത്താണ് നമ്മൾ വെക്കണം ഗൈസ്. ഇനി വെക്കാൻ പോകണം നമ്മൾ ഇതാണ് SSD ആണ് ഗൈസ്. SSDയും ഇതും കൂടി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പേസ് ഉണ്ട് ഗൈസ്. കണ്ടി ഗൈസ്, ഈ സ്പേസിലേക്ക് നോക്കണം ഗൈസ്. SMPS വെച്ച് ഗൈസ് അടിപൊളിയായിട്ട് വെച്ചിന്. പിന്നെ നമ്മൾ ക്ലിപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി ഗൈസ്.
വെച്ച് ഗൈസ് SSD വെച്ച് ഇനി SSD വെക്കണം. പിന്നെ ഗൈസ് ഇതിലാണ് വിൻഡോസ് ഉള്ളത്. ഫസ്റ്റ് ഇത് വെച്ച് ഓണാക്കി വെക്കാം. ഇതിൽ വിൻഡോസ് ഉണ്ട്, അതാ പ്രശ്നം. ഇത് ഫസ്റ്റ് നമുക്കൊന്ന് കമ്പ്യൂട്ടർ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിലാണ് വിൻഡോസ് ഉള്ളത്, അല്ലെങ്കിൽ ഈ വിൻഡോസിലേക്ക് പോകും പ്രശ്നം. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് തുറക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ഇതൊരു GT 610 ഗ്രാഫിക്സ് കാർഡാണ്. ഒരു എൻട്രി ലെവൽ ഗ്രാഫിക്സ് കാർഡായിട്ട് ഗൈസ്. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ ഗെയിമിങ്ങും എഡിറ്റിങ്ങും സോഫ്റ്റ്വെയറൊക്കെ ഓപ്പൺ ചെയ്യാനും ബ്രൗസിങ്ങും ഒക്കെ അടിപൊളിയായി നടക്കും. ഫൈനലി നമ്മളെ PC ഇങ്ങനെ ഓണാവാനുള്ള രൂപത്തിലാക്കി എടുത്തു ഗൈസ്. മറന്നു ഗൈസ്, ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. ഫാനിപ്പോൾ എടുത്ത് വരാം ഗൈസ്. ഇതൊരു സാധാ കൂളി ഫാനാണ് ഗൈസ്. വലിയ RPM കറങ്ങണമെന്നല്ല. അപ്പോൾ സാധാ ഇതിനൊക്കെ ബ്രൗസിനൊക്കെ യൂസ് ചെയ്യണൊരു സാധാ കൂളിംഗ് ഫാനാണ്. നമ്മളിത് RGB കൂളിംഗ് ഫാൻ ആക്കും ഗൈസ്. ഇതെല്ലാം നമ്മൾ വേറെ വാങ്ങും. അപ്ഗ്രേഡ് ചെയ്യണം ഒന്നും കൂടിയും. നമ്മൾ കണ്ടില്ലേ, ഈ വലട്ട ഭാഗത്ത് ഒരു RGB ഫാൻ വെക്കണം, ഇവിടെ ഒരു RGB വെക്കണം, പിന്നെ ഇവിടെ ഒരു അക്രിലിക് ഷീറ്റ് വെച്ച് വെക്കണം ഗൈസ്. ഒരാഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ചെയ്ത് നോക്കണം. ഇതൊരു സാധാ ഓഫീസ് വർക്ക് ഒരു ക്യാബിനറ്റാണ് ഗൈസ്. അത് ഇങ്ങനെ ബ്ലാക്ക് ഇതൊക്കെ ആക്കി. പിന്നെ ഗൈസ് ഞാൻ ഒരു ഉണ്ടാക്കിയെടുത്ത ഡിസൈനാട്ടോ ഗൈസ്. ഇത് ഞാൻ ചെയ്തെടുത്ത ഡിസൈനാണ്. ഇത് ഫോം ഷീറ്റാണ് ഗൈസ്. ഇത് നമ്മൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയത്. എന്താണ് മാറ്റ് ഫിനിഷ് പെയിൻ്റാണ് ഗൈസ്. ഈ സൈഡിലൊക്കെ അടിച്ചിരിക്കണ ഉണ്ട്, ഇവിടെ ഒക്കെ അടിച്ചിരിക്കണ ഗൈസ്. ഇവിടെ അടിച്ചിരിക്കണ, നമ്മൾ ഇതിമ അടിച്ചിരിക്കണ, കുറേ കൈമ അടിച്ചിരിക്കണ. നമ്മൾ ഈ കൂളിംഗ് ഫാൻ കൂടി വെക്കണം ഗൈസ്. ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മളിപ്പോൾ തൽക്കാലം ഒതുക്കിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും സാധനം വർക്കാവാനുള്ള രീതിയിൽ ഫാനൊന്നും ടച്ച് ആവാണ്ട് ഇതൊക്കെ വെച്ചിരിക്കണ ഗൈസ്. ഈ ഫാൻ വെച്ചോ അങ്ങനെ പറ്റാത്ത രീതിയിൽ വെച്ചിരിക്കണേ. വയറൊന്നും ഇപ്പോൾ ഒന്നാവില്ല. ഈ SSD ഇങ്ങനെ ഒതുക്കി വെക്കണം ഗൈസ്. അങ്ങനെയുള്ളൂ ഗൈസ്. ഇതൊന്ന് ഓണാക്കി നോക്കട്ടെ ഗൈസ്. PC ബിൽഡ് കുറച്ച് ധാരണ ഇട്ടില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മളതിൽ എന്തൊക്കെ ആപ്സുകൾ തുറക്കാൻ പറ്റും, എന്തൊക്കെ ഗെയിം കളിക്കാൻ പറ്റും, പിന്നെ എന്തൊക്കെ സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഈ വീഡിയോസുകൾ ഞാൻ അടുത്തേക്ക് വരും ഗൈസ്.